സംസാരിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. റോമർ 4-ന്റെ 19 മുതൽ 20. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. അബ്രഹാം ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തം എങ്ങനെ തന്റെ ജീവിതത്തില് അത് പ്രാക്ടിക്കലായിട്ട് താൻ കൊണ്ടുപോയി, അപ്പോൾ തന്നെ ആ ദൈവിക വാഗ്ദത്ത നിവർത്തി എങ്ങനെ തന്റെ ജീവിതത്തിൽ താൻ പ്രാപിച്ചെടുത്തു എന്ന് തെളിയിക്കുന്ന ഒരു വാക്യശകലമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ 3 കാര്യങ്ങൾ അബ്രഹാം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വീക്കായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നില്ല, അതൊരു ശക്തിയുള്ള വിശ്വാസമായിരുന്നു. സ്ട്രോങ് ഫെയ്ത്ത് ആയിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ വിശ്വാസത്തെ അവൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്ട്രെങ്തൻഡ് ഹിസ് ഫെയ്ത്ത്. ആ വിശ്വാസം എപ്പോഴൊക്കെ താഴ്ന്നു അല്ലെങ്കിൽ ക്ഷീണിക്കുന്ന അവസരങ്ങൾ വന്നപ്പോഴൊക്കെ അവന്റെ ഭാഗത്തു നിന്നൊരു അറ്റംപ്റ്റ് സ്ട്രെങ്തൻഡ് ഹിസ് ഫെയ്ത്ത്. അവന്റെ വിശ്വാസത്തെ അവൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ കൺവിൻസ്ഡ് ഹിസ് പ്രോമിസ് എന്നാണ് ഇംഗ്ലീഷിൽ. അവൻ കൺവിൻസ്ഡ് ആയി. ദൈവം പറഞ്ഞ പ്രോമിസിനെ അവൻ കൺവിൻസ്ഡ് ആക്കി തന്റെ ഹൃദയത്തിൽ. അവൻ അതേക്കുറിച്ച് ആഴത്തിൽ ബോധ്യമുള്ളവനായി തീർന്നു. കാരണം ഇത് ആരാണ് എന്നോട് പറഞ്ഞത്, പറഞ്ഞയാള് ഇത് എൻ്റെ ജീവിതത്തിൽ അത് പെർഫോം ചെയ്ത് തരുവാൻ ശക്തിയുള്ള ആളാണെന്ന് അവൻ വിശ്വസിച്ചു. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അല്ലെ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാം അവിടെ ഇരിക്കുന്ന ആ ഡോക്ടർ, അയാൾ വിദ്യാഭ്യാസമുള്ള ആളാണ്, ഏബിളാണ്, എൻ്റെ രോഗം കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളാണ്. ആ മരുന്ന് കഴിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് അല്ലേ പലപ്പോഴും. എന്ന് പറയുന്നത് പോലെ അബ്രഹാം വിശ്വസിച്ചു, എന്നോട് പറഞ്ഞ ആള് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ കാര്യത്തിൽ അവൻ നല്ല ബോധ്യമുള്ളവനായിരുന്നു. ഈ 3 കാര്യങ്ങളെ അബ്രഹാം തന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിച്ചപ്പോൾ അല്ലെങ്കിൽ ഏറ്റെടുത്തപ്പോൾ, കൺസിഡർ ചെയ്തപ്പോൾ, താൻ പോലും അറിയാതെ തന്റെ അകത്ത മനുഷ്യനിലുള്ള വിശ്വാസം വളരാൻ തുടങ്ങി. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുക, 100 വയസ്സുള്ള മനുഷ്യൻ, സാറയുടെ ഗർഭപാത്രം വാസ് ഡെഡ്, അത് നിർജീവമായിരുന്നു. ബൈബിൾ വ്യക്തമായിട്ട് അതിൽ ഉൽപ്പത്തി പുസ്തകത്തില് 18-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. സാറയുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. വാഗ്ദത്തം കേട്ടപ്പോൾ സാറയെ ചിരിച്ചതും, അപ്പോ ദൈവാത്മാവ് ഇടപെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഇതിലെ വരുമ്പോൾ ആ മനുഷ്യനോട് ദൈവം സംസാരിച്ചു, ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കാണും. അതൊരു വാഗ്ദത്തമാണ്. സ്തോത്രം. അപ്പോ അവിടെ 2 കാര്യങ്ങൾ സത്യത്തിൽ അബ്രഹാമിന്റെ ലൈഫിൽ പ്രീച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന്, തന്റെ ബോഡി, തന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാറയുടെ ബോഡി, തന്റെ ബോഡി നൽകുന്ന ഒരു സെർമൺ ഉണ്ട്. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ ഒരു സെർമൺ ഉണ്ട്, പ്രോമിസിന്റെ ഒരു സെർമൺ ഉണ്ട്. സോ ഈ 2 കാര്യങ്ങൾ എപ്പോഴും തമ്മിലൊരു ഫൈറ്റ് അബ്രഹാം നേരിട്ടിട്ടുണ്ടാവും. കാരണം അബ്രഹാം നമ്മളെ പോലെ തന്നെ സാധാരണയായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പൊ നമ്മുടെ എല്ലാ ലൈഫിൽ ഇതുപോലെയുള്ള 2 ഫൈറ്റുകൾ കയറി വരും. സ്തോത്രം. ഒന്ന്, നമ്മുടെ ബോഡി, അതായത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്ന ഫൈറ്റ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഒരു വശത്ത് മറ്റൊരു സെർമൺ എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങള് എന്താ പറയാ, നമുക്ക് പറയാം നമ്മുടെ ബോഡി നമ്മളോട് വീക്കാണെന്ന് പറയുമ്പോൾ വാഗ്ദത്തങ്ങൾ നമ്മളെടുത്ത് പറയുന്ന കാര്യങ്ങൾ അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മുടെ സാഹചര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം, അത് ഫാക്റ്റാണ്. പക്ഷെ ഈ ഫാക്റ്റ് റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ ആ ഫാക്റ്റിന് മേലെ എന്താ പറയാ, കൂടി പറയാണ്, സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നതാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം.
ഫാക്ട് റിയലാണ്, നമ്മൾ കൺവിൻസ്ഡ് ആവണം. ഫാക്ട് റിയൽ, അത് സത്യമാണ്. സാഹചര്യമൊന്നുമില്ല, സാധ്യതകളൊന്നുമില്ല. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അതിനും മേലെയാണ്, അതിൻ്റെയും ടോപ്പാണ് ദൈവം പറഞ്ഞ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ. പ്രൊഫറ്റിക്കലായിട്ട് ദൈവം നമ്മളോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, അതിൻ്റെ മേലെയാണ് നാം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും വളരാനും തുടങ്ങത്തുള്ളൂ. എനിക്കറിയാം, ഞാൻ ചിന്തിക്കുക അബ്രഹാമിന്റെ ലൈഫിൽ ഒരു പക്ഷെ അബ്രഹാമും സാറയും മാത്രമേ അത് വിശ്വസിച്ചിട്ടുണ്ടാവുള്ളൂ. അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫാമിലി ഉണ്ടായ മറ്റാരോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സമൂഹമോ ആരും അത് വിശ്വസിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ അവരെ കൂടെ ഉണ്ടായിരുന്നു കാണില്ല. മറിച്ച് ഡെയിലി അവർ കേട്ടുകൊണ്ടിരുന്നത് ഒരുപക്ഷെ പരിഹാസങ്ങളായിരിക്കാം. തന്നെ എല്ലാവരും പ്രായമായ ഒരു സമയത്ത് കൺസീവ് ആകുക എന്ന് പറയുമ്പോൾ ഒരുപാട് നിന്ന അവരേറ്റിട്ടുണ്ടാവും. അവരേറ്റ നിന്ദകൾ ചുരുക്കമൊന്നും ആയിരിക്കത്തില്ല. ഇപ്പം ഇത്രയും മോഡേണായ നമ്മുടെ സമൂഹം പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആരെങ്കിലും കൺസീവ് ആയിട്ട് എന്തോരം പരിഹാസങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് അവർ എത്രമാത്രം ഏറ്റിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതൊന്നും അവരെ തളർത്തിയില്ല, അവരുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിച്ചില്ല. നാൾക്കുനാൾ ആ വിശ്വാസം ബലപ്പെട്ടുകൊണ്ടിരുന്നു, വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ അവർ ചെയ്തൊരു കാര്യം, ഇങ്ങനെയൊക്കെ ഒപ്പം തന്നെ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു, കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ചില സാഹചര്യങ്ങൾ നമുക്കൊന്നും പറയാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം പറയാൻ സാധിക്കുമോ, അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. സാഹചര്യങ്ങളെ നോക്കണ്ട, പക്ഷെ വാഗ്ദത്തത്തിലോട്ട് നോക്കുവാൻ നമ്മുടെ തല ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വരും. പക്ഷെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ, കർത്താവേ നന്ദിയപ്പ, കർത്താവേ സ്തോത്രം, ഗ്ലോറി ടു ഗോഡ് എന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം സോ പവർഫുൾ ആയിരിക്കും. കാരണം ദൈവത്തെ സ്തുതിക്കുന്നത് ശത്രുവിന് ഏറ്റവും ഭയമുള്ള കാര്യം. ഞാൻ വിശ്വസിക്കുന്ന അബ്രഹാം സാഹചര്യങ്ങളൊന്നും നോക്കാതെ, തന്റെ റിലേറ്റീവ്സിനോ തന്റെ പ്രിയപ്പെട്ടവരൊന്നും നോക്കാതെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ താൻ ഉത്സാഹവാനായിരുന്നു. വ്യക്തമായിട്ട് ബൈബിളിലൂടെ എഴുതിയിരിക്കുക അവന്റെ ആ ഒരു കണ്ടീഷനെ കുറിച്ച്, മെന്റൽ കണ്ടീഷൻ. അങ്ങനെയാണ് അവർ വാഗ്ദത്തെ എടുത്തത്. കാലം നമ്മൾ ചിന്തിക്കണം, നമ്മളോടൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നമുക്ക് അതിനോട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വാഗ്ദത്തങ്ങൾ ഒരു പക്ഷെ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതം നോക്കി പറഞ്ഞിട്ടുണ്ടാകും. പറയാത്ത എത്രയോ വാഗ്ദത്തങ്ങൾ നമ്മുടെ ലൈഫിൽ കിടക്കുന്നുണ്ട്. സ്തോത്രം. ഹാലയിലെ പ്രവചനം എന്നൊക്കെ പറയുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ചെറിയ ശതമാനം മാത്രമേ കർത്താവ് വെളിപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയെല്ലാം കർത്താവ് മറിഞ്ഞിരിക്കുക. നമ്മൾ അതിലോട്ട് എത്തുക, നടന്നെത്തുക, അല്ലെങ്കിൽ കയറി ഓരോ ദിവസവും അതിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ വീക്കാക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മുടെ ബോഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി തകർത്തുന്ന സാഹചര്യങ്ങളായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എന്നുള്ള ചില പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ സംസാരങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ വാഗ്ദത്തങ്ങൾ നമ്മളെ വീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ വിശ്വാസം നമ്മൾ കുറഞ്ഞു പോകാൻ തക്കവണ്ണം കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യാതെ മനഃപൂർവ്വമായിട്ട് അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇതിലെല്ലാം മേലെയാണ് കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ. എന്നോട് പറഞ്ഞത് ഒരു MBBS എടുത്ത ഡോക്ടർ എടുത്ത് നോക്കുമ്പോൾ കാണിക്കുന്ന കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ട. ദൈവത്തിന്റെ അടുത്തോട്ട് വരുമ്പോൾ സ്തോത്രം, ഈ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ദൈവം, ഒരു ചെറിയ പൂവിനെ കാണുമ്പോൾ അതിന് ഭംഗി കൊടുത്ത ഒരു ദൈവം ഇതിന്റെ പിന്നിലുണ്ട്. ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അവിടത്തേക്ക് പരിഹരിക്കാൻ കഴിയാത്ത, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമ്പോൾ സ്തോത്രം, ദൈവിക വാഗ്ദത്തങ്ങൾ ഒട്ടും താമസിയാതെ നമ്മുടെ കരങ്ങളിലോട്ട് എത്തും. ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ വിശ്വസിക്കുവാൻ അവൻ വിശ്വസിച്ചപ്പോൾ അതനുസരിച്ച് അവന്റെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ നീതിയായിട്ട് വന്നു. അതുവരെ നീതി ലഭിക്കാത്ത അബ്രഹാമിന്, പലരുടെ മുമ്പിൽ നാണം കെട്ട തല കുനിക്കേണ്ടി വന്ന, നിന്നേൽക്കേണ്ടി വന്ന അബ്രഹാമിന് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ സ്തോത്രം, മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായിട്ട് ഒരു മാന്യത കർത്താവ് നൽകി. പരസ്യമായ മാന്യതകൾ പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ കടന്നു വരുന്ന ഒരുപാട് നിന്ദകളിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്തോത്രം, ഒരുപാട് തലകുനിക്കലുകൾ സ്തോത്രം, ഒരുപാട് ഒറ്റപ്പെടലുകൾ സ്തോത്രം, ഒരുപാട് നെടുവീർപ്പുകളും കണ്ണീരുകളൊക്കെ ദൈവസേനയെ വീഴുമ്പോഴാണ് കർത്താവ് ഇപ്രകാരമൊക്കെ മാനിക്കുന്നത്. സ്തോത്രം. കാരണം അതാണ് വാഗ്ദത്തങ്ങളുടെ നിവൃത്തി അല്ലെങ്കിൽ പൂർത്തീകരണം പറയുന്നത്.
ഹാലയിൽ വാഗ്ദത്തങ്ങളോട് കടക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്ന് വേദപുസ്തകം നമ്മളോട് പറയും. ഈ സഹിഷ്ണുത ഉണ്ടെങ്കിൽ മാത്രമേ വാഗ്ദത്തങ്ങൾ പലപ്പോഴും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലോട്ട് നമ്മുടെ കരങ്ങൾ എത്തിച്ചേരത്തുള്ളൂ. സ്തോത്രം. പൂർണ്ണ സഹിഷ്ണുതയോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, സ്തോത്രം, സ്ട്രെങ്തൻ ചെയ്യപ്പെടുവാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ബോഡി പറയുന്ന sermon ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളെ മാത്രം റിസീവ് ചെയ്തുകൊണ്ട് അകത്തോട്ടെടുത്തുകൊണ്ട് മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞ വാഗ്ദത്തങ്ങളെ എത്രയും പെട്ടെന്ന് കർത്താവ് നിറവേറ്റി തരുന്ന കാണുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.